So next topic is inclined projection on a leveled ground. Okay, so inclined projection എന്ന് വെച്ചാൽ we are projecting an object with an angle of projection alpha. Okay, so അതിൻ്റെ കേസ് നമുക്കിപ്പോൾ നോക്കാം. അതായത് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, സോ ഐ എം പ്രൊജക്റ്റിംഗ് ഇറ്റ് വിത്ത് ആൻ ആംഗിൾ. സോ ഇങ്ങനൊരു ആംഗിളിൽ, പെർട്ടിക്കുലർ ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയൊരു പെർട്ടിക്കുലർ ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ദി ഹൊറിസോണ്ടൽ. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ പ്രൊജക്റ്റൈൽ, ഇൻക്ലൈൻഡ് പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് ഇത് ഒരു ലെവൽഡ് ഗ്രൗണ്ടിലാണ് ആൻഡ് ഇത് ഒരു ഇൻക്ലിനേഷനിലാണ് ആൽഫ. ഓക്കെ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫ. ക്ലിയർ? സോ ഇങ്ങനെ ഒരു വെലോസിറ്റി, സോ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ, അതായത് ഈ ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ, ഓക്കെ, ഇങ്ങനെ ഒരു വെലോസിറ്റിയെ യു എന്നൊരു വെലോസിറ്റിയിലാണ് ഇനിഷ്യൽ വെലോസിറ്റി എങ്കിൽ, ഓക്കെ, ഇതിന് നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാമല്ലോ. ഈ ആംഗിൾ എത്രയായിരുന്നു? ആൽഫയാണ്. സോ ഇങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റിയെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. അതായത് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? യു കോസ് ആൽഫ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് വിൽ ബി യു സൈൻ ആൽഫ. ഓക്കെ, ക്ലിയർ അല്ലേ? അഗെയിൻ നമ്മൾ ഫസ്റ്റ് ഓരോ കേസസും എടുക്കാം. ആദ്യം നമുക്ക് വെർട്ടിക്കൽ വെലോസിറ്റി എടുക്കാം. ഓക്കെ, സോ ഐ എം കൺസിഡറിങ് ദി വെർട്ടിക്കൽ വെലോസിറ്റി. ഇപ്പം ഇങ്ങനെ മൂവ് ചെയ്തൊരു, ഓക്കെ, സോ ഇതിൻ്റെ ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്തായിരുന്നു? യു സൈൻ ആൽഫ. ഓക്കെ, ആൻഡ് സോ ഫസ്റ്റ് ഈ ബോൾ മൂവ് ചെയ്യാൻ നേരത്ത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ നേരത്ത്, അത് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ എത്തിയിട്ട് ഈ ഹൈറ്റിന് ശേഷം എങ്ങനെയായിരിക്കും ഇതിൻ്റെ മോഷൻ? ഡൗൺവേർഡ് മോഷൻ ആയിരിക്കും അല്ലേ? സോ ഈ ഒരു ഹൈറ്റ് വരെ, ഓക്കെ, ഇത് ഇങ്ങനെയായിരിക്കും പോകുന്നത്, അതായത് അപ്വേർഡ് ആയിരിക്കും, ആൻഡ് അത് കഴിഞ്ഞിട്ട് ഡൗൺവേർഡ് മോഷൻ. ഓക്കെ, സോ ഈ അപ്വേർഡ് മോഷനിൽ നമുക്കറിയാം ഗ്രാവിറ്റി എങ്ങനെയായിരിക്കും? ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കാരണം വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഗ്രാവിറ്റി താഴേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എങ്ങോട്ടാണ്? വെർട്ടിക്കൽ വെലോസിറ്റി മേളിലോട്ടാണ്. ഓക്കെ, സോ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കാരണം ഈ ഇനീഷ്യൽ വെലോസിറ്റി ഈ ഒരു പോയിൻ്റ് എത്താൻ നേരത്ത് എന്താകും? മാക്സിമം പോയിൻ്റ് എത്താൻ നേരത്ത് 0 ആകും. ഓക്കെ, സോ ദിസ് വെലോസിറ്റി കീപ്സ് ഡിക്രീസിങ്. ഓരോ പോയിൻറ്റിലും ഈ വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് ഫൈനലി ഇവിടെ എത്താൻ നേരത്ത് 0 ആകും. ഓക്കെ, അഗെയിൻ ഇതിൻ്റെ ഈ സെക്കൻഡ് ഹാഫ് പോർഷനിൽ ദിസ് ഈസ് മൂവിങ് ഡൗൺവേർഡ്സ്. ഓക്കെ, ഡൗൺവേർഡ്സ് മൂവ് ചെയ്യാൻ നേരത്ത് ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴേക്കാണ്. അതുകൊണ്ട് ഇവിടെ ഈ വെലോസിറ്റി, ഓക്കെ, സെക്കൻഡ് ഹാഫിൽ ഈ വെർട്ടിക്കൽ വെലോസിറ്റി വിൽ കീപ്സ് ഓൺ ഇൻക്രീസിങ്. 0 നിന്ന് അത് ഇൻക്രീസ് ചെയ്തിട്ട് ഫൈനലി ഈ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാൻ നേരത്ത് ഈ സെയിം വെലോസിറ്റിയിലായിരിക്കും ടച്ച് ചെയ്യുന്നത്. ഓക്കെ, യു സൈൻ ആൽഫ. ക്ലിയർ? അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ വെലോസിറ്റിയുടെ കേസ്. ഓക്കെ, സോ ദിസ് ഈസ് വെർട്ടിക്കൽ വെലോസിറ്റി. അപ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി ഫസ്റ്റ് അതൊരു ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടാകും, യു സൈൻ ആൽഫ. ഓക്കെ, ഹയസ്റ്റ് പോയിൻ്റ് എത്താൻ നേരത്ത് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ ഈ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കാരണം, അതായത് ഇവിടുന്ന് മാക്സിമം ആയിരിക്കും, ഓരോ പോയിൻ്റ് എത്തുമ്പോഴത്തേക്ക് ഡിക്രീസ് ചെയ്യും. അഗെയിൻ ഡൗൺവേർഡ് മോഷനിൽ വെലോസിറ്റി, വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ഗ്രൗണ്ടിൽ ആ പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും മാക്സിമം വെലോസിറ്റിയിലായിരിക്കും ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് യു സൈൻ ആൽഫയിൽ തന്നെ. അഗെയിൻ ലെറ്റ് us കൺസിഡർ ദി ഹൊറിസോണ്ടൽ വെലോസിറ്റി. സോ ഹൊറിസോണ്ടൽ, അതായത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റൈൽ, ഓക്കെ, ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്തായിരിക്കും? യു കോസ് ആൽഫ. ഓക്കെ, യു കോസ് ആൽഫ. അഗെയിൻ നമ്മൾ പ്രൊജക്റ്റൈലിൽ എടുക്കുന്ന ഒരു അസംഷനാണ് എയർ റെസിസ്റ്റൻസ് ഇസ് നെഗ്ലിജിബിൾ. ഓക്കെ, എയർ റെസിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഈ ഇനീഷ്യൽ വെലോസിറ്റി, ഈ ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി മോഷൻ. ഓക്കെ, കംപ്ലീറ്റ് മോഷനിലും ഈ വെലോസിറ്റി എന്ത് തന്നെയായിരിക്കും? യു കോസ് ആൽഫ തന്നെയായിരിക്കും.
Okay, so this is horizontal velocity. So horizontal velocity will remain a constant, whereas vertical velocity keeps on, first it decreases and then it increases. Okay, so ഈ രണ്ട് കേസ് മനസ്സിലായല്ലോ. അഗെയിൻ നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, ഓക്കെ, സോ ഒരു പ്രൊജക്റ്റൈലിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ്? അതായത് ഇങ്ങനെ ഒരു ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതായത് പോയിൻ്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്ന് ഈ ഗ്രൗണ്ട് സ്ട്രൈക്ക് ചെയ്യാൻ നേരത്ത് ഉള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് തിങ് ഇസ് ഈ മാക്സിമം ഹൈറ്റ്, അതായത് വെലോസിറ്റി. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ സീറോ വെർട്ടിക്കൽ വെലോസിറ്റി ആയിരിക്കും. സോ ഈ പ്രൊജക്റ്റൈൽ മൂവ് ചെയ്യുന്ന, ഓക്കെ, റീച്ച് ചെയ്യുന്ന മാക്സിമം ഹൈറ്റ്. അഗെയിൻ ദ തേർഡ് തിങ് ഇസ് ടൈം, അതായത് മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ടൈം ടി ആണെങ്കിൽ, ഓക്കെ, അഗെയിൻ ഈ ഡൗൺവേർഡ് ഇതും എന്ത് തന്നെയായിരിക്കും? ടി തന്നെയായിരിക്കും. ഓക്കെ, സോ ദ ടൈം ടേക്കൺ ടു റീച്ച് the maximum height will be equal to the time taken to reach from this height. ഓക്കെ, ഈ ഹൈറ്റിൽ നിന്ന് ഈ താഴെ എത്തുന്ന വരെയുള്ള ആ ഒരു ടൈം തന്നെയായിരിക്കും. സോ ദിസ് ടി വിൽ ബി ഈക്വൽ ടു ദിസ് ടി. ഓക്കെ, സപ്പോസ് ഇപ്പോൾ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്തായിരിക്കും? ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ് വിൽ ബി, സോ വാട്ട് ഈസ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്? ടൈം ഓഫ് ഫ്ലൈറ്റ് വിൽ ബി 2t, ടി പ്ലസ് ടി. അതായത് ടോട്ടൽ ടൈം എത്രയായിരിക്കും? 2t. അതായത് ഈ ഒരു പോയിന്റ്, പ്രൊജക്റ്റ് ചെയ്ത പോയിന്റിൽ നിന്ന് ഈ താഴെ വരെ എത്താനുള്ള ടോട്ടൽ ടൈം വിൽ ബി 2 times this t. ക്ലിയർ? സോ ഇതാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. സോ ലെറ്റ് us see that. ഓക്കെ, ഓരോ കേസസും കാണാം. സോ കൺസിഡർ ദി മോഷൻ ഓഫ് എ പ്രൊജക്റ്റൈൽ ആൻഡ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ u ആണ്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫ. The projectile has motion in vertical as well as horizontal direction. Okay, since there is no force, horizontal direction force ഒന്നുമില്ല, അതായത് എയർ റെസിസ്റ്റൻസ് ഇല്ല. ഓക്കെ, ഇപ്പോൾ എയർ കൊണ്ടൊരു റെസിസ്റ്റൻസോ അല്ലെങ്കിൽ വിൻഡോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് യു കോസ് ആൽഫ വിൽ ബി കോൺസ്റ്റൻറ്റ് ആൻഡ് ദി വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഡിക്രീസസ് ഡ്യൂ ടു, ഓക്കെ, ഗ്രാവിറ്റി ഫോഴ്സ്. അതായത് അതിൻ്റെ ആദ്യം ആ ഒരു ഹയസ്റ്റ് പോയിൻ്റ് എത്തുന്നവരെ ഡിക്രീസ് ചെയ്യും ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ നമ്മളിവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വാട്ട് വി ആർ ഡൂയിങ് ഇസ്, ഇപ്പം ഇങ്ങനെയല്ലേ പ്രൊജക്റ്റൈൽ, ഇതിൻ്റെ ഈ ഒരു ഹാഫ് പോർഷൻ എടുത്താൽ മതിയാവുമല്ലോ. ഓക്കെ, സോ ഇതിൻ്റെ ഈ ഒരു ഇതാണ് മാക്സിമം ഹൈറ്റ്. ഓക്കെ, സോ ഈ ഒരു ഹാഫ്, ഇതിൻ്റെ ടൈം ടി ആണ്, ഇത് എച്ച് മാക്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഹാഫ് പ്രൊജക്ഷനാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ നന്നായിട്ട് മനസ്സിലായെങ്കിൽ, ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ നമ്മൾ ഈ നെക്സ്റ്റ് ഹാഫ് ആയിരുന്നു പഠിച്ചിരുന്നത്. ഓക്കെ, അത് മനസ്സിലായെങ്കിൽ ഇതും എളുപ്പത്തിൽ മനസ്സിലാക്കാം. സോ ഹൈറ്റ് ഓഫ് ദി പ്രൊജക്റ്റൈൽ ഫ്രം ദി ഗ്രൗണ്ട്, നമുക്ക് ഹൈറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട് എത്രയായിരിക്കും? ഓക്കെ, അതായത് ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട്, ഓക്കെ, ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട് നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു? യു സൈൻ ആൽഫ, ഫൈനൽ വെലോസിറ്റി 0. ഓക്കെ, വെർട്ടിക്കൽ മോഷനാണ് പറയുന്നത്. So S is equal to ut plus half at square. So u initial velocity and the u sin alpha into t plus half into at square. Okay, ഇത് മേളിലേക്ക് ആയതുകൊണ്ട് ഗ്രാവിറ്റി നെഗറ്റീവ് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? ഫൈനലി ഈ ഒരു ഇക്വേഷൻ കിട്ടും, യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ജി ഇവിടെ മൈനസ് വാല്യൂ ആയിരിക്കും. ഓക്കെ, so h is equal to u sin alpha t minus half gt square. Clear alle? And u sin alpha എന്ന് വെച്ചാൽ എന്താ? That is the initial velocity in vertical direction.
അഗെയിൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഓക്കെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും സപ്പോസ് നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഓക്കെ ആ ഹൊറിസോണ്ടൽ റേഞ്ച് എന്തായിരിക്കും ഈ ഒരു വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് ത്രൂ ഔട്ട് അല്ലേ സോ വെലോസിറ്റി നമ്മൾ നേരത്തെ പോലെ തന്നെ അപ്ലൈ ചെയ്യുകയാണ് അതായത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആക്സിലറേഷൻ 0 ആണ് ബിക്കോസ് ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആക്സിലറേഷൻ 0 ആണ് സോ യു ടി എന്നേ വരുള്ളൂ ഓക്കെ യു എന്തായിരുന്നു യു കോസ് ആൽഫ ഓക്കെ സോ യു ഈസ് യു കോസ് ആൽഫ ഇൻറ്റു ടി സോ എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് ആൽഫ ഇൻറ്റു ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം എന്ത് എഴുതാം എക്സ് ബൈ യു കോസ് ആൽഫ ഓക്കെ സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ട്രാജക്ടറി ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ ട്രാജക്ടറി അതായത് ഈ പാത്തിന് ഒരു ഇക്വേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അതായത് ഈ പാത്ത് ഇങ്ങനെ പാരബോളിക് പാത്താണ് അല്ലേ സോ പാരബോളിക് പാത്താണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ എന്താ പാരബോളയുടെ ഇക്വേഷനാണ് കിട്ടേണ്ടത് റൈറ്റ് സോ നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു അതായത് എച്ച് ഇസ് ഈക്വൽ ടു യു സൈൻ ആൽഫ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ഇതിൽ ഈ ടിക്ക് പകരം എന്ത് കൊടുക്കുക എക്സ് ബൈ യു കോസ് ആൽഫ എന്ന് കൊടുക്കാം ഓക്കെ സോ ടി ഉള്ളിടത്തൊക്കെ എക്സ് ബൈ യു കോസ് ആൽഫ എന്ന് കൊടുക്കുക അഗെയിൻ ഇവിടെ കോസ് ബൈ സൈൻ സൈൻ ബൈ കോസ് എന്താവും ടാൻ ആകും ഓക്കെ ആൻഡ് എക്സ് ബൈ യു കോസ് ആൽഫ ദി ഹോൾ സ്ക്വയർ ആണ് സോ ഓക്കെ ഇവിടെ സ്ക്വയർ ടേംസ് വരും ക്ലിയർ അല്ലേ സോ ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും ആൻഡ് ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ പാരബോള ഓക്കെ സെക്കൻഡ് ഓർഡർ പാരബോളയാണ് സ്ക്വയർ ടേംസ് വരുന്നതുകൊണ്ട് ഇറ്റ് ഇസ് സെക്കൻഡ് ഓർഡർ പാരബോള സോ എക്സ് ടാൻ ആൽഫ മൈനസ് ഹാഫ് ജി എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ എന്ന് വെച്ചാൽ ദിസ് ഈസ് ദി പാത്ത് ഓഫ് ദി ട്രാജക്ടറി ഇക്വേഷൻ ഫോർ പാത്ത് ഓഫ് ദി ട്രാജക്ടറി ഓക്കെ അഗെയിൻ നെക്സ്റ്റ് എന്തായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് മാക്സിമം ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ മാക്സിമം ഹൈറ്റ് അതായത് ഈ ഒരു മാക്സിമം ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ഈ മാക്സിമം ഹൈറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക സോ അതിന് നമ്മൾ വേർട്ടിക്കൽ മോഷനാണ് നോക്കേണ്ടത് അല്ലേ അതായത് വേർട്ടിക്കൽ ഹൈറ്റ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സോ ഫോർ ദാറ്റ് വി ഹാവ് ടു കൺസിഡർ വേർട്ടിക്കൽ മോഷൻ സോ വേർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇനീഷ്യൽ യു സൈൻ ആൽഫയാണ് ആൻഡ് ഫൈനൽ വെലോസിറ്റി ഈസ് 0 ഓക്കെ എത്ര ടൈമാണ് എടുത്തത് സോ ടൈം ഇവിടെ നോക്കണ്ട ഹൈറ്റ് അറിയാം അഗെയിൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റീസ് അറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൈനസ് ജി ആണെന്നും അറിയാം അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh ഓക്കെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓക്കെ ഇവിടെ ഫൈനൽ വെലോസിറ്റി 0 ആണ് സോ 0 ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി സ്ക്വയർ ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു യു സൈൻ ആൽഫ ഓക്കെ യു സൈൻ ആൽഫ സ്ക്വയർ മൈനസ് 2gh ഓക്കെ സോ നമുക്ക് ഇവിടെ നിന്ന് എച്ച് മാക്സ് കിട്ടുമല്ലോ മാക്സിമം ഹൈറ്റ് ഓക്കെ സോ വി ക്യാൻ ഫൈൻഡ് ദി എച്ച് മാക്സ് സോ മാക്സിമം ഹൈറ്റ് ഇസ് ഈക്വൽ ടു യു സൈൻ ആൽഫ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g സോ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇത് നിങ്ങൾ പഠിക്കുക ഓക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഹൈറ്റ് മാക്സിമം ഹൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഓക്കെ യു എന്ന് വെച്ചാൽ എന്താ ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി ഓക്കെ യു സൈൻ ആൽഫ അതായത് വെർട്ടിക്കൽ വെലോസിറ്റി അല്ലേ അപ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ആൽഫ എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ യു എന്ന് വെച്ചാൽ ഇനീഷ്യൽ ഇൻക്ലൈൻഡ് വെലോസിറ്റി ജി ഈസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓക്കെ അഗെയിൻ സെക്കൻഡ് കേസ് ടൈം ടു അറ്റൈൻ മാക്സിമം ഹൈറ്റ് ഓക്കെ ടൈമാണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സോ ഈ എടുക്കുന്ന ഫസ്റ്റ് ഹാഫിലെടുക്കുന്ന ടൈം ഓക്കെ അതായത് ഈ മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈം ഓക്കെ സോ അതിന് നമ്മൾ നെക്സ്റ്റ് ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി സോ ഇവിടെ യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷനില്ലേ അവിടെ പ്ലസ് എയ്ക്ക് വരും എന്ത് വരും ജി എന്താണ് മൈനസ് ആണ് ഓക്കെ സോ മൈനസ് ജി ആണ് അപ്വേർഡ് മോഷൻ ആയതുകൊണ്ട് ഓക്കെ സോ മോഷൻ അപ്വേർഡ് ആയതുകൊണ്ട് മൈനസ് ജി സോ വി ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി ആൻഡ്
ഫൈനൽ വെലോസിറ്റി 0 ആണ്, ഇനിഷ്യൽ വെലോസിറ്റി u sin alpha. ഓക്കെ, ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി. സോ ദാറ്റ് മൈനസ് ജി ടി ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ടിയുടെ വാല്യൂ കിട്ടുമല്ലോ, u sin alpha by g. ഓക്കെ, സോ ടി u sin alpha by g ആണെങ്കിൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് 2 times t. ഓക്കെ, ഇങ്ങനെ കിട്ടും. സോ ഈ രണ്ട് ഇക്വേഷൻസും പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. സോ ഹൊറിസോണ്ടൽ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ച്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്, കോസ് ആൽഫ. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിൽ ഈ എ ടിയുടെ ടേംസ് 0 ആയി പോവും, കാരണം കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയതുകൊണ്ട് ആക്സലറേഷൻ 0 ആയിരിക്കും. ഓക്കെ, സോ ഫൈനലി എസ്സിന് പകരം നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ട? റേഞ്ച്. സോ ആർ ഇസ് ഈക്വൽ ടു യു ടി. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു യു എന്ന് വെച്ചാൽ എന്താ? കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. സോ കോൺസ്റ്റൻറ്റ് ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്തായിരുന്നു? യു കോസ് ആൽഫ ഇൻറ്റു, ഓക്കെ, ഇവിടം വരെ റീച്ച് ചെയ്യാൻ എടുത്ത ടൈം എത്രയാണ്? ഹാഫ് ടൈമാണ് ടി. ടോട്ടൽ ടൈം എത്രയാണ്? 2t. സോ ഇൻറ്റു 2t. ഓക്കെ, സോ യു കോസ് ആൽഫ ഇൻറ്റു 2t. ടിയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, 2tയുടെ ഇക്വേഷൻ ഓൾറെഡി അറിയാം. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. യു സ്ക്വയർ 2 sin alpha cos ആൽഫേനെ നമ്മൾ sin 2 alpha എന്ന് എഴുതി. ഓക്കെ, സോ യു സ്ക്വയർ sin 2 alpha by g. ഈ ഇക്വേഷനും പഠിക്കുക. ഓക്കെ, സോ ക്ലിയർ അല്ലേ? അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്തത്? വി ഹാവ് കാൽക്കുലേറ്റഡ് ദി ടോട്ടൽ ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് റേഞ്ച്. ക്ലിയർ? സോ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്യുന്നത്. ബാക്കി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേർട്ടിക്കലാണ് എടുത്തത്. ഓക്കെ, ക്ലിയർ?